പൊന്നെ. അന്യർക്ക് നീയൊരു ഭാരമായി തീരല്ലേ എന്നുള്ള തിരുമൊഴി തീരെയും മറക്കല്ലേ. അകം ശുദ്ധിയാക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസൈക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ചിന്തിച്ച് ചോദിക്കാതെ ചെയ്താൽ ക്ഷീണമാ, പഠിച്ചിട്ട് ചൊവ്വേ പാടിയാൽ നല്ലീണമാ. മരിച്ചാലുടൻ ഇരുനേത്രവും അടയ്ക്കേണ്ടതാ, കുരുടന്റെ കണ്ണാണെങ്കിലും ചെയ്യേണ്ടതാ. പാപങ്ങളെല്ലാം തന്നെ ഒരു ഗോഡൗണിലും, അതിനുള്ള താക്കോലാണ് കള്ള് കുടിക്കലും. മഴക്കുല്ലലയിലുലഹാറിലും പെയ്യുന്നതാ, അത് റബ്ബ് വേണ്ട സ്ഥലങ്ങളിൽ തിരിക്കുന്നതാ. കർത്തവ്യബോധം ഉള്ളവൻ ക്ഷയിച്ചെങ്കിലും നെഞ്ചിട്ടു നിൽക്കും കടമ വന്നാൽ മുന്നിലും. നിലുന്തനോടെന്തെങ്കിലും ചോദിക്കല്, മീൻ വേട്ടയാടും പോലെ എന്ന കാട്ടിലെ. റബ്ബിന്റെ തൗഫീഖില്ല എന്നാൽ ഏതിനും ലഭിക്കുന്നതും ലഭിക്കാത്ത ഫലമാണേവനും. മനുഷ്യന്റെ സമയം സോദരാ തനിരത്നമാ, വല്ലാഹി വിലമതിക്കുന്നതിനും അസാധ്യമാ. മറുനാടു കാടാ സ്വന്ത നാടോ വീടാ, തരം കിട്ടിയാൽ പറയും സുഹൃത്തും പോടാ. കുടുംബങ്ങളെ അടുപ്പിക്കലേറ്റം നല്ലതാ, ദീർഘായുസിനുള്ള ഔഷധത്തിൽ പെട്ടതാ. ഓരോരോ പണിയിൽ പരിചയം ആർക്കാണ്, അത് അവരെ ഏൽപ്പിക്കുന്ന തിരുമൊഴിയാണ്. തുടങ്ങിക്കഴിഞ്ഞത് പൂർത്തിയാക്കൽ വേണ്ടതാ, തുടങ്ങുന്നതേക്കാളെപ്പോഴും ഖൈറുള്ളതാ. ഐക്യം വിതച്ചാൽ കൊയ്തെടുക്കാം സൗഖ്യവും, അതുപോലെ ഭിന്നത കൊണ്ട് നിത്യമനർത്ഥവും. ഒരാൾ പാലിച്ചു എന്നാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടും ഇല്ല തിരുമൊഴി തന്നെ. ചെലവത്ര ലളിതം ഉള്ളതാണ് ഏറ്റവും, ബറക്കത്ത് കൂടുതൽ മെച്ചമുള്ള വിവാഹവും. കുരുടന്റെ കൈക്ക് പിടിച്ച് 40 ചുവടടി നടത്തുന്നു എന്നാൽ അവന് സ്വർഗം ഉടനടി. മഴുവിന്റെ വെട്ടാലുള്ള മുറിവും തുച്ഛമാ, നാക്കിന്റെ വെട്ടാലുള്ളതെന്നും മെച്ചമാ. പണം സംഭരിക്കാൻ താമസം പെരുത്തുണ്ടേ, നശിപ്പിക്കുവാൻ സമയ ചുരുക്കവുമുണ്ട്. പടി കയറുവാൻ ആർക്കും പ്രയാസം തന്നെ, ഇറങ്ങുന്ന സമയത്തെന്തെളുപ്പം പൊന്നെ. അധ്വാനമുള്ളവനെപ്പോഴും വിദ്വാന, കുളമാക്കിടും കുന്നുള്ളതും കുഴിയാന. അധ്വാനശീലം ഇല്ല എന്നാൽ പിന്നെ കുലക്കുന്നതാ ലഭിക്കുന്നതെല്ലാം തന്നെ. നീ ഭക്ഷണം കഴിക്കാൻ കുനിഞ്ഞാൽ 2 കൈ കഴുകണേ, അത് സുന്നത്തായി വിധിയുണ്ട്. നീങ്ങുന്ന
വരുന്നതാ ദാരിദ്ര്യവും അതുകൊണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട്. നിനക്കുള്ള വയറൊരു കാലവും നിറക്കല്ലേ, ഒരു മൂന്നിലൊന്നതിലെപ്പോഴും നികത്തല്ലേ. ആരോഗ്യവാനായി ജീവിതം നീങ്ങുന്നതാ, അതുമാത്രമല്ലിത് ചിന്തകനുതകുന്നതാ. ദുനിയാവ് റബ്ബ് ചിലർക്ക് തടയുന്നുണ്ട്, അതിലാ ഗുണം അവർക്കെന്നറിഞ്ഞത് കൊണ്ട്. ചില രോഗികൾക്ക് കൊടുക്കലില്ല വെള്ളവും, കൊടുക്കാതിരുന്നാലാണവർക്ക് ആശ്വാസവും. ബദസ്വലാത്തിൽ ഫജ്രി ഇഖ്ലാസോദണം, 11 വട്ടം തന്നെ എന്നാലറിയണം. ഒരു ദോഷമന്നെത്താതെ കാക്കും നിന്നെയും ഇബ്ലീസ് എത്ര തുനിഞ്ഞു എന്നാൽ തന്നെയും. ദേഷ്യം വിഴിഞ്ഞിക്കോ ഹബീബേ നല്ലതാ, നെല്ലിക്ക കഴിക്കും പിന്നെ മധുരിക്കുന്നതാ. ചില രോഷമിക്കും നീതരിക്കും മൂടനാ, വില്ലിന്റെ പിറകോട്ടുള്ള മാറ്റം എന്തിനാ. ദീനിന്റെ തൂണിൽ പെട്ടതാ നിസ്കാരം, ഈമാൻ കഴിഞ്ഞാൽ പിന്നിതാ വിസ്താരം. വിജയം അതിലുണ്ടെന്ന് വന്നാൽ പിന്നെ നിർത്തുള്ളതാ മറ്റുള്ളതെല്ലാം തന്നെ. സുഹൃത്താക്കുവാൻ നീ നോക്കിയെന്നാൽ അവനെയും ദേഷ്യം വരുത്തി നീ നോക്കണം ഹാലൊക്കെയും. പെരുമാറ്റമെല്ലാം നീതിയായി നിന്നോട്, എന്നാൽ അവൻ മതി കൂടവനോട്. ഗർഭാശയം വീട്ടതു മുതൽ സഫറാണേ, അടുത്തുള്ള ക്യാമ്പും സോദര ഖബറാണേ. ഉറങ്ങിക്കിടക്കുന്നെങ്കിലും നടക്കുന്നേ, ദൈനംദിനം കുഴിയോടടുക്കുന്നേ. സ്വാധീനത കണ്ടിട്ടു നീ ഞെളിയണ്ട, യുദ്ധം തോറ്റതെന്താ തണ്ട. കാര്യം ഇലാഹിൽ കയ്യച്ചോനന്ന്, ബദറില്ലാതല്ലേ കണ്ട വിജയം അന്ന്. സുഹബത്ത് ശ്വാസതമായിരിക്കണമെങ്കിലേ അവനോട് പറയരുതേ തമാശ കലാമിലേ. അതുപോലെ തന്നെന്തോ കരാർ ചെയ്താലും പാലിക്കണേ ചെറുതാണതെങ്കിൽ പോലും. ബന്ധിതനാകേണ്ടി വന്നാലൊന്നിലേ
റബ്ബിന്റെ തുണയുണ്ടാകുമെന്നാ പിന്നിലേ ചോദിച്ചു നീ അതു ഏറ്റെടുത്താൽ പിന്നെ കൈവിട്ടു കളയും നിന്റെ റബ്ബും നിന്നെ തൃപ്തിപ്പെടുത്താം ഞാൻ ഉനാസിനെ മുഴുവനും ഹാസിദിനെ വയ്യ അതു പ്രയാസം ഏവനും നിഅമത്ത് നീങ്ങി കാണണം എന്നുള്ളതാ നീങ്ങാത്ത കാലം തൃപ്തി അവനില്ലാത്തതാ കാറ്റിന്റെ സമയത്തല്ലയോ തൂറ്റേണ്ടത് ആർക്കാണ് അറിവതു പിന്നെ വരുമെന്നുള്ളത് അതുകൊണ്ട് തക്കം വന്നു എന്നാൽ വെക്കമാ നോക്കേണ്ടതേതൊന്നും ഹദീസിൽ വ്യക്തമാ പെണ്ണിന്റെ പിന്നിൽ ഞൊണ്ടി നിന്നാൽ തെണ്ടി നേരിട്ട് കണ്ടാലുണ്ട് കൊണ്ടാമണ്ടി മിണ്ടി കഴിഞ്ഞാലൊന്നു തന്നെ രണ്ടും കാന്തം ഇരുമ്പും ബന്ധമാണേ പണ്ടും സന്താനമുള്ളത് നല്ലതാ നമുക്കിന്ന് ഖൈറിന്റെ പാതയിലായിരുന്നാൽ നന്ന് ഫലമുണ്ട് അവരെ കൊണ്ട് ഇന്നും നാളെയും വെറും ഭൗതികം കൊണ്ടില്ല ശർറല്ലാതെയും കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ നിന്നുള്ളത് മിണ്ടി കഴിഞ്ഞു സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹ്ഫയിലുള്ളത് ജമാഅത്തായി നീ സുബഹി നിസ്കരിച്ചാലത് ആഫാത്തു തടയാൻ ഉതകുമെന്നാണുള്ളത് കൂടാതെ രാത്രിയിൽ മുഴുവനും നീ നിന്ന് സുന്നത്ത് നിസ്കരിക്കുന്ന ഫലവും വന്ന് നീ സഫർ ചെയ്തോ സോദര ഗുണമുണ്ട് പല കാര്യവും അതിനാലെ നേടാനുണ്ട് മളം അതിൽ വസിക്കുന്ന സിംഹത്തിനിരാ കിട്ടുന്നതും ചാടുമ്പോഴല്ലേ സോദരാ അമ്പിന് ലക്ഷ്യമിലെത്തലെപ്പോഴാണ് അത് വില്ലുമായി പിരിയണം അപ്പോഴാണ് ഒരു 4 കാര്യം ഭാഗ്യമിൽ ഉൾപ്പെട്ടതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നതാ സൗജത്ത് സ്വാലിഹത്തായി വരൽ അതിലൊന്നാ ഔലാദ് അബ്റാറായി വരൽ മറ്റൊന്നാ അവനിടപെടുന്നവർ സ്വാലിഹീങ്ങളുമാകലാ വസിക്കുന്ന നാട്ടിൽ തന്നെ റിസ്ഖും കിട്ടലാ